ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം വിത്ർ നിസ്കാരം ഒരു പഠനം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിത്ർ നിസ്കാരം എന്ന് പറയുന്നത് വളരെ മഹത്വമാക്കപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നതാണ്. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിങ്ങളുടെയും മേൽ കടമപ്പെട്ടതാണ്, ബാധ്യതയാണ് എന്നതാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് വിത്ർ നിസ്കാരം വാജിബാണ് എന്നതാണ്. വിത്ർ നിസ്കാരം വാജിബാണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ വിത്ർ നിസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ റവാത്തിബ് നിസ്കാരത്തേക്കാൾ മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. വിത്ർ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് റമദാനിൻ്റെ സവിശേഷതയല്ല. എല്ലാ ദിവസവും വിത്ർ നിസ്കാരം സുന്നത്തുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിത്റിനുള്ള സവിശേഷത, റമദാൻ മാസത്തിൽ ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തുണ്ട്. അതുപോലെ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ പകുതിയിലെ വിത്റിൽ ഖുനൂത്തും സുന്നത്തുണ്ട്. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ എല്ലാ ദിവസത്തിലും വിത്ർ നിസ്കാരം സുന്നത്താണ്. വിത്ർ നിസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ തറാവീഹ് നിസ്കാരത്തേക്കാൾ മഹത്വമുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ റവാത്തിബ് നിസ്കാരത്തേക്കാൾ മഹത്വമുള്ള ഒന്നതാണ്. സുന്നത്തു നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയുടെ ആ ക്രമം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്തു നിസ്കാരം അത് ബലിപെരുന്നാൾ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് ചെറിയ പെരുന്നാൾ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യഗ്രഹണ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണ നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരമാണ്. ഈ പറയപ്പെട്ട 5 നിസ്കാരങ്ങളും കഴിഞ്ഞാൽ പിന്നെ സുന്നത്തു നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വിത്ർ നിസ്കാരത്തിനാകുന്നു. ആ വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സുബഹിയുടെ റവാത്തിബ് നിസ്കാരം, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കാരത്തിനാകുന്നു. അത് കഴിഞ്ഞാൽ മറ്റു എല്ലാ റവാത്തിബുകളും, ളുഹറിൻ്റെയും അതുപോലെ തന്നെ മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഒക്കെ മറ്റെല്ലാ റവാത്തിബ് നിസ്കാരങ്ങളും ഒരേ ദറജയിലാകുന്നു, ഒരേ പദവിയാകുന്നു. അത് കഴിഞ്ഞാൽ ആ റവാത്തിബ് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് പിന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ സ്ഥാനം വരുന്നത്. തറാവീഹ് നിസ്കാരത്തിനു ശേഷമാണ് ളുഹ നിസ്കാരം വരുന്നത്. ളുഹ നിസ്കാരം അത് കഴിഞ്ഞാൽ പിന്നെ ത്വവാഫിൻ്റെ 2 റക്അത്ത് നിസ്കാരത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തഹിയ്യത്ത് നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ ഇഹ്റാമിൻ്റെ സുന്നത്തു നിസ്കാരം. അത് കഴിഞ്ഞാൽ വുളൂഇൻ്റെ സുന്നത്തു നിസ്കാരം. ഇങ്ങനെയാണ് നമ്മുടെ ഫുഖഹാക്കൾ സുന്നത്തു നിസ്കാരങ്ങളുടെ ആ ദറജ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ വിത്ർ നിസ്കാരം ഏറെ മഹത്തായ, ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ് വിത്ർ നിസ്കാരം എന്ന് പറയുന്നത്. വിത്ർ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത് ആകുന്നു. അതേസമയം അദ്നൽ കമാൽ, പരിപൂർണതയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 റക്അത്താണ്. ആ 3നേക്കാൾ അഫ്ളലാണ് 5 റക്അത്താകുമ്പോൾ, അതിനേക്കാൾ അഫ്ളലാകുമ്പോൾ 7 റക്അത്താകുമ്പോൾ, അതിനേക്കാൾ ഒന്നുകൂടി കൂടുന്നു 9 റക്അത്താകുമ്പോൾ, അധികരിച്ചാൽ 11 റക്അത്താകുന്നു. 11 റക്അത്തിനേക്കാൾ കൂടുതലാക്കാൻ പാടില്ല എന്നതാണ്. വിത്റിൻ്റെ നിയ്യത്തോടുകൂടെ 11 റക്അത്തിനേക്കാൾ കൂടുതലാക്കാൻ പാടില്ല. ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും 11നേക്കാൾ കൂടുതലാക്കിയിട്ടില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് വിത്ർ നിസ്കാരം നന്ന ചുരുങ്ങിയത് 1 റക്അത്തും കൂടിയാൽ 11 റക്അത്തുമാകുന്നു. ഇനി സ്ഥിരമായി 1 റക്അത്ത് തന്നെ നിസ്കരിക്കൽ, അതിൻ്റെ മേൽ പതിവാക്കൽ, വൽ മുദാവമത്തു അലൈഹ മക്രൂഹത്തുൻ എന്നതാണ്. സ്ഥിരമായി 1 റക്അത്ത് തന്നെ നിസ്കരിക്കുക, എന്നും 1 റക്അത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന കറാഹത്താകുന്നു. അതുകൊണ്ട് സ്ഥിരമാക്കാതെ എപ്പോഴെങ്കിലും ഒക്കെ സമയത്തിനനുസരിച്ച് നിർവഹിക്കാമെങ്കിലും നന്ന ചുരുങ്ങിയത് അതിൽ കമാലെങ്കിലും പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3 റക്അത്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ വിത്ർ നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഫജ്ർ വരെയാകുന്നു സമയം. ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതൽ, ഇശാ എപ്പോഴാണോ ഒരാൾ നിർവഹിച്ച് കഴിയുന്നത് അതോടുകൂടെയാണ് വിത്റിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഫജ്ർ വരെ സമയമുണ്ട്. അപ്പോൾ ഇശായിനെ മഗ്‌രിബിലേക്ക് മുന്തിച്ചു ജംആക്കിയാൽ അവിടെ മുതൽ തന്നെ വിത്റിൻ്റെ സമയം ആരംഭിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഇശാവ് നിസ്കരിച്ചു. എന്നാൽ ആ ഇശാ നിസ്കാരം കഴിഞ്ഞത് മുതൽ തന്നെ വിത്റിൻ്റെ സമയം പ്രവേശിച്ചു. അപ്പോൾ ആ മഗ്‌രിബിൻ്റെ സമയത്തു തന്നെ, അങ്ങനെ മുന്തിച്ചു ജംആക്കുന്ന ആളുകൾക്ക് മഗ്‌രിബിൻ്റെ സമയത്തു തന്നെ
വിത്ർ നിസ്കരിക്കാവുന്നതാണ്. ഇനി ഒരാൾക്ക് വിത്ർ നിസ്കാരം ഇഷാവും വിത്റും ആയിട്ടുണ്ട്. വീട്ടിൽ സുന്നത്തുണ്ടല്ലോ. സുന്നത്ത് നിസ്കാരങ്ങൾ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തു നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് വീട്ടൽ സുന്നത്തുണ്ട്. അങ്ങനെ സുന്നത്തിനുള്ള ആ ഒരു വീട്ടുകയാണെങ്കിൽ ഒരാൾക്ക് ഇഷാ നിസ്കാരവും ആയിട്ടുണ്ട്, അപ്പോൾ ആ വിത്റും ആയിട്ടുണ്ട്. പിറ്റേ ദിവസം വീട്ടുകയാണെങ്കിൽ ഇഷാ നിസ്കരിക്കാതെ ആ വിത്ർ വീട്ടാൻ പറ്റുകയില്ല. ഇഷാ ആദ്യം വീട്ടിയ ശേഷം മാത്രമേ പിന്നെ വിത്ർ നിസ്കാരം വീട്ടാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. കാരണം ഇഷാ നിസ്കാരത്തിന് ശേഷമാണ് വിത്റിൻ്റെ സമയം പ്രവേശിക്കുന്നത്. ഇനി വിത്ർ നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ സൂറത്ത് പറയുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ ചേർത്ത് നിസ്കരിക്കാം, അതുപോലെ ഫസ്ലാക്കി വേർപിരിച്ച് 2 റക്അത്ത് വിട്ടുപിരിച്ച് നിസ്കരിക്കാം. അങ്ങനെ വസ്ലിനേക്കാൾ അഫ്ദൽ ഫസ്ലാക്കി നിസ്കരിക്കലാണ് എന്നതാണ്. വേർപിരിച്ച് 2 റക്അത്തായി വേർപിരിച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. ഇനി ഒന്നായിട്ട് എത്ര നിസ്കരിക്കുകയാണെങ്കിലും 9 റക്അത്താണെങ്കിലും 7 ആണെങ്കിലും 11 ഒന്നായിട്ട് വസ്ലാക്കി കൊണ്ട് തന്നെ ചേർത്തു നിസ്കരിക്കൽ, ആ ചേർത്തു നിസ്കരിക്കൽ സ്വഹീഹാകുന്നതാണ്. അപ്പോൾ അവസാനം ഒരു അത്തഹിയ്യാത്ത് ഓതിയിട്ടോ അല്ലെങ്കിൽ 2 അത്തഹിയ്യാത്ത് ഓതിയിട്ടോ നിസ്കരിക്കാം. അവസാനത്തെ റക്അത്തിൽ മാത്രം അത്തഹിയ്യാത്താക്കാം, അല്ലെങ്കിൽ അവസാനത്തിലും അതിന് മുമ്പുള്ളതിലും അത്തഹിയ്യാത്ത് ഓതാം. അവസാനത്തെ റക്അത്തിലും അതിന് മുമ്പ് അടുത്ത റക്അത്തിലും അത്തഹിയ്യാത്ത് ഓതാം. അങ്ങനെ 2 അത്തഹിയ്യാത്ത് കൊണ്ടോ 1 അത്തഹിയ്യാത്ത് കൊണ്ടോ ചേർത്ത് നിസ്കരിക്കാവുന്നതാണ്. 2 അത്തഹിയ്യാത്തിനേക്കാൾ കൂടുതലാക്കാൻ പാടില്ല എന്നതാണ് നിയമം. അതുപോലെ തന്നെ ആ ചേർത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് സ്വഹീഹാകുമെങ്കിലും അത് ഖിലാഫുൽ ഔലയാണ്. അതേസമയം 3 റക്അത്ത് ആകുമ്പോൾ 3 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ചേർത്ത് നിസ്കരിക്കൽ മഗ്‌രിബ് പോലെ ചേർത്ത് നിസ്കരിക്കൽ കറാഹത്താകുന്നു. 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുമ്പോൾ ചേർത്ത് നിസ്കരിക്കൽ കറാഹത്തും, 3നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ചേർത്ത് നിസ്കരിക്കൽ ഖിലാഫുൽ ഔലയുമാണ് എന്നതാണ്. കാരണം ഹദീസിൽ വസ്തുമായി വന്നിട്ടുണ്ട്, വലാ തശബ്ബഹുൽ വിത്ര ബി സ്വലാത്തുൽ മഗ്രിബി, നിങ്ങൾ വിത്റിനെ മഗ്‌രിബ് സാദൃശ്യപ്പെടുത്തരുത് എന്ന് ഹദീസിൽ വന്നതുകൊണ്ട് തന്നെ മഗ്‌രിബ് പോലെ 3 റക്അത്ത് അങ്ങ് ചേർത്ത് നിസ്കരിക്കൽ അത് കറാഹത്താകുന്നു എന്നതാണ് നിയമം. അതുപോലെ തന്നെയാണ് സൂറത്ത് ഓതുന്ന വിഷയം പറയുന്നത്. 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ 3 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും അവസാനത്തെ 3 റക്അത്തിൽ അങ്ങനെ ഫസ്ലാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. 2ാമത്തെ റക്അത്തിൽ കാഫിറൂന സൂറത്തും സുന്നത്താണ്. അതുപോലെ 3ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി, 3ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതൽ സുന്നത്താണ്. ഇമാമായി നിൽക്കുന്നയാൾ ഇമാമ് എല്ലാ സൂറത്തുകളും ഉറക്കയാക്കലാണ് സുന്നത്ത് എന്നർത്ഥം. അപ്പോൾ ഈ പറയപ്പെട്ട സൂറത്തുകൾ 3 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിലും ഫസ്ലാക്കി നിസ്കരിക്കുമ്പോൾ അവസാനത്തെ ഈ 3 റക്അത്തിൽ ഈ സൂറത്ത് കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്നതാണ്. അതുപോലെ തന്നെയാണ് വിത്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലലും സുന്നത്തുണ്ട്. ആ 3ാമത്തെ പ്രാവശ്യം ഒന്ന് ശബ്ദം ഉയർത്തി ചൊല്ലലും സുന്നത്താണ്. അതിനുശേഷം പിന്നെ ആ വിത്റിൻ്റെ പ്രത്യേക സുന്നത്താക്കപ്പെട്ട ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിരിളാക മിൻ സുഖ്തിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്ന ആ ഒരു ദുആവും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെയാണ് വിത്റിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞത് മുതൽ ഫജ്ർ വരെ ഉണ്ടെങ്കിലും ഫജ്റിൻ്റെ മുമ്പ് ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക്, രാത്രി ഉറങ്ങിയ ശേഷം ഫജ്റിൻ്റെ മുമ്പായി ഉണരും എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ആ വിത്റിനെ പിന്തിപ്പിക്കലാണ് അഫ്ദൽ. തറാവീഹ് നിസ്കാരം പോലെയല്ല. തറാവീഹ് അവ്വല് വക്തിൽ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് അഫ്ദലെങ്കിൽ വിത്റിനെ അവസാന സമയത്തേക്ക് പിന്തിക്കൽ, സുബഹിയുടെ മുമ്പ് ഉണരും, ഒരിക്കലും വിത്ർ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അങ്ങനെ പിന്തിപ്പിക്കൽ സുന്നത്താണ്. അവിടെ പറയുന്നുണ്ട് വൈൻ ഫാത്തത്തിൽ ജമാഅത്തു എന്നതാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും ശരി, റമദാൻ മാസത്തിൽ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ നേരത്തെ തന്നെ തറാവീഹിക്ക് ശേഷം നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്ത് കിട്ടും. ഇനി രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിച്ചാൽ ജമാഅത്ത് ലഭിക്കുകയില്ല. എന്നാൽ പോലും ജമാഅത്ത് കിട്ടില്ലെങ്കിൽ പോലും രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് ആക്കലാണ് അഫ്ദൽ. കാരണം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റ, നിങ്ങൾ രാത്രിയിൽ അവസാന നിസ്കാരം വിത്റാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ തഹജ്ജുദിനേക്കാൾ വിത്റിനെ പിന്തിപ്പിക്കലാണ് അഫ്ദൽ. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവസാനം വിത്ർ നിസ്കരിക്കുക, അതാണ് അഫ്ദൽ. അതേസമയം അങ്ങനെ രാത്രി ഇങ്ങനെ വിത്ർ നേരത്തെ നിസ്കരിക്കാതെ ഉറങ്ങിപ്പോയാൽ
സുബഹിയുടെ മുമ്പ് ഉണരുമെന്നൊരു ഉറപ്പില്ല, വിത്ർ നിസ്കാരം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള ആളുകൾക്ക് വിത്ർ നേരത്തെ നിസ്കരിക്കലാണ് അഫ്ളല്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് നിബിധങ്ങൾ പറഞ്ഞ ഹദീസിൽ അബൂ ഹുറൈറ പറയുന്നുണ്ടല്ലോ, 3 കാര്യങ്ങളെ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞത് അൻ ഊത്തിറ ഖബല അൻ അനാമ എന്നതാ, ഉറങ്ങും മുമ്പ് വിത്ർ നിസ്കരിക്കാൻ പറഞ്ഞു എന്നതാണ്. അതുപോലെ തന്നെ സ്വഹാബത്തുൽ കിറാമിൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ധാരാളം സ്വഹാബികൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ഒരു പറ്റം സ്വഹാബാക്കൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പേ വിത്ർ നിസ്കരിക്കുന്ന ആളുകളായിരുന്നു. അതേസമയം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരു പറ്റം സ്വഹാബാക്കൾ അവർ ഉറങ്ങിയ ശേഷം മാത്രം വിത്ർ നിസ്കരിക്കുന്ന ആളുകളുമായിരുന്നു എന്നതാണ്. അപ്പോൾ വിത്ർ നിസ്കാരത്തിൽ റമദാൻ മാസമാകുമ്പോൾ ജമാഅത്ത് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ റമദാനിലെ അവസാനത്തെ പകുതിയിൽ വിത്റിൽ കുനൂത്ത് ഓതൽ അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്. ആ കുനൂത്ത് ഒഴിവാക്കിയാൽ, മറന്നുകൊണ്ടോ മനഃപൂർവ്വമോ ഒഴിവാക്കിയാൽ അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. സാധാരണ സുബ്ഹിയിൽ നമ്മൾ കുനൂത്ത് ഒഴിവാക്കിയാൽ സഹവിൻ്റെ സുജൂദുള്ളത് പോലെ വിത്റിലെ കുനൂത്ത് ഒഴിവാക്കിയാലും സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ വിത്റിൽ കുനൂത്തങ്ങ് മറന്ന് സുജൂദിന് വേണ്ടി അങ്ങ് കുനിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സുജൂദിൽ എത്തുന്നതിൻ്റെ മുമ്പേ അത് ഓർമ്മ വന്നാൽ കുനൂത്തിന് വേണ്ടി മടങ്ങൽ സുന്നത്തുണ്ട്. സുജൂദിൽ എത്തിയ ശേഷം മടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സുജൂദിൽ എത്തുക എന്ന് പറയുന്നത് സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ 7 അവയവങ്ങളും നിലത്ത് വെച്ചെങ്കിൽ മാത്രമേ സുജൂദിൽ എത്തിയിട്ടുള്ളൂ, ഫർളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഫർളുമായി ബന്ധപ്പെട്ട ശേഷം പിന്നെ സുന്നത്താകുന്ന കുനൂത്തിന് വേണ്ടി മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഇവിടെ അതേസമയം ഒരാൾ കുനൂത്തങ്ങ് മറന്നു ഒന്നങ്ങ് കുമ്പിട്ടു, നല്ലോണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിലത്ത് കാലൊക്കെ നെറ്റി വെച്ച് കൈ വെച്ചിട്ടുണ്ട്, നെറ്റി വെച്ചിട്ടില്ല. ചുരുക്കത്തിൽ വെക്കൽ നിർബന്ധമായ 7 അവയവങ്ങളും വെക്കുന്നതിൻ്റെ മുമ്പ് ഓർമ്മ കിട്ടിയാൽ കുനൂത്തിന് വേണ്ടി മടങ്ങൽ സുന്നത്തുണ്ട്. അങ്ങനെ മടങ്ങിയാൽ ആ റുക്കൂയിൻ്റെ അതിർത്തിയും കഴിഞ്ഞ ശേഷമാണ് മടങ്ങിയതെങ്കിൽ, റുക്കൂയിൻ്റെ അതിർത്തിയും കഴിഞ്ഞിട്ടാണ് മടങ്ങിയത് എങ്കിൽ അപ്പോൾ അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്തായി വരുന്നതാണ്. അതേസമയം 7 അവയവങ്ങളും നിലത്ത് വച്ച ശേഷം മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാകുന്നതുമാണ്. അപ്പോൾ വിത്ർ നിസ്കാരത്തിൻ്റെ വിഷയം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിത്റുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. വിശാലമായ ഒരു ചർച്ചയിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.